ശ്രീ ജയചന്ദ്രൻ, അതിലാദ്യത്തേത് ഇന്ന് മാധ്യമങ്ങളാകെ സെലിബ്രേറ്റ് ചെയ്ത ഒരു വലിയ വിഷയം ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ CPIM CPI ഭിന്നത, ഇടതുമുന്നണി ഏതാണ്ട് പിരിച്ചുവിടാൻ പോകുന്നു, ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിത മുന്നണി വിട്ട് പുറത്തേക്ക് പോകാൻ പോകുന്നു എന്ന നിലയ്ക്കായിരുന്നു. എന്നാൽ ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പ് ബിനോയ് വിശ്വം വളരെ ചുരുക്കം വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കാൻ പോകുന്നു, ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഉറപ്പുകളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്നാൽ CPI മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിൽ അവർക്കുള്ള ചില പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മുന്നണി മര്യാദയുടെ ലംഘനം എന്ന പ്രശ്നം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ഈ പ്രശ്നത്തെ അവതരിപ്പിച്ച രീതി അത് പർവ്വതീകരിക്കലായിരുന്നോ? ആ നിലയിലേക്ക് LDF എന്ന മുന്നണി രാഷ്ട്രീയം മാറപ്പെട്ടോ എവിടെയെങ്കിലും? സ്ഥലത്തെ ഈ പ്രശ്നത്തിൽ താങ്കളുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ ചോദിച്ച അതിലേക്ക് ഞാൻ നേരിട്ട് വരികയാണ്. മാധ്യമങ്ങൾ വാസ്തവത്തിൽ ഈ പ്രശ്നത്തിലെ വസ്തുതകൾ പരിപൂർണമായി തമസ്കരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സർക്കാരിനെ അടിക്കാൻ ഇതൊരു വടിയാക്കി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള സർവ്വസന്നാഹങ്ങൾ ഒരുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തോടുകൂടി അത് മൊത്തത്തിൽ അടിച്ച് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ആ പത്രസമ്മേളനത്തിൽ ഞാൻ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നിടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പറയുകയാണ്, V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കാൻ ഈ സർക്കാരിന് സാധ്യമല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന് നട്ടലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അത് എത്ര സുവ്യക്തമായ സ്വാഭിമാന ബോധത്തോടെയാണ് ഒരു സഖാവിന്റെ ആ വീര്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉൾക്കാമ്പ് എന്താണെന്നുള്ളത് ആർക്കും അത് ഗഹനമായൊരു സമ്മേളനമായിട്ടുള്ള വളരെ ലളിതമായ സരളമായ ഒരു രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. കൂടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകിയും ഉണ്ടായിരുന്നല്ലോ, അവരാണ് ഒപ്പുവെച്ചത്. അതാണ് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഈ പറയുന്നത് പോലെ 1500ഓളം കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 1466 കോടി രൂപ ഇതുവഴി നഷ്ടപ്പെടാൻ നമ്മൾ ചെലവഴിച്ചതാണ്. ആർക്കാണ് ചെലവഴിച്ചത്? കേരളത്തിലെ ഈ വരുന്ന PM ശ്രീ വഴി വരുന്ന വിദ്യാലയങ്ങൾ ഒരു ബ്ലോക്കിൽ 2 വെച്ചെന്ന് പറയുമ്പോൾ പോലും 340 സ്കൂളുകളാണ് വരുന്നത്. ഇനി തീരുമാനിച്ചിട്ടില്ല, വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളുമായിട്ടുള്ളത് 15,000 സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. ഈ 15,000 സ്കൂളുകളിലായി 45 ലക്ഷം കുട്ടികൾ പഠിക്കുന്നു. 2 ലക്ഷത്തോളം അധ്യാപകർ ജോലി ചെയ്യുന്നു. അവരുടെ വിവിധ ആവശ്യങ്ങൾ, പുസ്തകങ്ങളുടെ അച്ചടി അടക്കം, അവരുടെ യൂണിഫോം അടക്കം, ഉച്ചഭക്ഷണം അടക്കം, ഭിന്നശേഷിക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ അടക്കം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കമുള്ള ഈ ഗവൺമെന്റ് ചെയ്തു പോരുകയാണ്. ആ പണമാണ് PM ശ്രീ ഒപ്പുവെച്ചില്ലെങ്കിൽ തടയും എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് വിരട്ടാൻ നോക്കുന്നത്. അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. നമുക്ക് അവകാശപ്പെട്ട പണം അദ്ദേഹം പറയുന്നതിന് പ്രത്യേകമായൊരു ലക്ഷ്യം തന്നെയുണ്ട് സ്ഥലത്തെ. കാരണം ആർട്ടിക്കിൾ 270 പ്രകാരം ഷെയറിങ്, സ്റ്റേറ്റ് സെൻട്രൽ ഷെയറിങ് വേണമല്ലോ. അത് ആർട്ടിക്കിൾ 270 പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് പ്രകാരം നമുക്ക് അവകാശപ്പെട്ടാണ്, ഔദാര്യമൊന്നുമില്ല അവരുടെ. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരളത്തിൽ വിവിധ വകുപ്പുകളിലായി CPIയുടെ 4 വകുപ്പുകളിൽ ഉൾപ്പെടെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ, 82 CSS സെൻട്രലി സ്പോൺസേർഡ് സ്കീം നടപ്പാക്കി വരുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിലുള്ള 6 മാത്രമേ ഉള്ളേ. ബാക്കി മറ്റെല്ലാ വകുപ്പുകളിലും വർഗീസ് ജോർജ് അദ്ദേഹത്തിന്റെ വകുപ്പിലും ബിനോയ് വിശ്വത്തിന്റെ CPIയുടെ 4 വകുപ്പുകളിലും ഉൾപ്പെടെ 82 പദ്ധതികൾക്ക് അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. അത് 60% സെൻട്രൽ ഗവൺമെന്റിന്റെയും 40% സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഷെയറുകളായിട്ടാണ് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് എന്ന് പറഞ്ഞാൽ അത് LDF കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് എതിരല്ല. അതുകൊണ്ടാണ് ആ പണം സ്വീകരിക്കപ്പെടുന്നത്. ഇനി ഇവിടെ ബിനോയ് വിശ്വത്തിന് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ LDFൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പണം സ്വീകരിക്കുന്നതിൽ PM ശ്രീ എന്ന പദ്ധതി കൃത്യമായി ഒഴിവാക്കണം എന്നൊരു വാദം CPIക്കുണ്ടോ? അങ്ങനത്തെ ഇന്നത്തെ പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല.